ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. പാസ്റ്റും പ്രസൻറ്റും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഫ്യൂച്ചറും നിങ്ങളുടെ ജീവിതത്തിൽ റെസനേറ്റ് ആകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പ്രതി, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ പ്രതി എന്ത് സിറ്റുവേഷൻ ആയിരുന്നു പാസ്റ്റിലുണ്ടായിരുന്നത്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. പാസ്റ്റിലുണ്ടായിരുന്ന സിറ്റുവേഷൻ എന്തായിരുന്നു? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് സിറ്റുവേഷൻ ആയിരുന്നു പാസ്റ്റിലുണ്ടായിരുന്നത്? പാസ്റ്റിലുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു? എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റിൽ നടന്നിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു? എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റിൽ നടന്നിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു? ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ 9 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 9, 13, 4, 3, 14, 5, 11, 2, 6, 3. ഓക്കെ, ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ്. ജീവിതത്തിൽ ചില കാര്യങ്ങൾ മനഃപൂർവ്വമായി ചില വഴികൾ അടഞ്ഞുപോയി എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ചില വ്യക്തികളുടെ പ്രാർത്ഥന, ഇവിടെ ഒരു ഫീമെയിൽ എനർജിയെ കാണിക്കുന്നുണ്ട്. ഒരു ഫീമെയിൽ എനർജിയുടെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നന്മകളെ അടച്ചു വെച്ചു എന്ന് ഇവിടെ കാണുന്നു. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ അടച്ചു വെച്ചു എന്ന് കാണുന്നു. ഇവിടെ ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയും യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനഃപൂർവ്വമായി അടഞ്ഞിരുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. ചില കാർമിക് സിറ്റുവേഷൻ ജീവിതത്തിലേക്ക് വന്നിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്ക് അധികമായി നിങ്ങൾ ചിലവാക്കുന്ന വ്യക്തിയായിരിക്കും. നിങ്ങളെക്കാളും പ്രയോറിറ്റി മറ്റ് ചില വ്യക്തികൾക്ക് കൊടുക്കുന്ന വ്യക്തിയായിരിക്കാം. അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്നപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വഴി ഒന്ന് അടയ്ക്കുന്നതിന് കാരണമായി. നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടേയിരുന്നു. നിങ്ങൾക്ക് അവർ യാതൊരു വാല്യൂ തന്നില്ലെങ്കിൽ കൂടിയും നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുത്തിരുന്നപ്പോൾ യൂണിവേഴ്സിന് മനസ്സിലായി ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ആ വഴി അല്പകാലത്തേക്കൊന്ന് അടച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെയാണ് നിങ്ങളോടൊപ്പം ഉള്ളതെന്നും ആരൊക്കെയാണ് ഇല്ലാത്തതെന്നും നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒന്ന് ചില വ്യക്തികളുടെ പ്രാർത്ഥന മൂലവും മറ്റൊന്ന് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കാർമികമായിട്ട് അടയ്ക്കപ്പെട്ടു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ മനഃപൂർവ്വമായി കടന്നു വന്നു നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ ചെയ്യാത്ത തെറ്റായിരിക്കാം, പക്ഷേ നിങ്ങളെ ഹൃദയത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളെ ഡിപ്രഷനിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളെ ഒരു രോഗിയാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ചില വ്യക്തികളുടെ ഇടപെടലുകൾ ഇവിടെ ഉണ്ടായതായി കാണുന്നു. അത് വെറുതെ ഉള്ള ഇടപെടലല്ല, നല്ല രീതിയിൽ ബ്ലാക്ക് എനർജിയോട് കൂടിയുള്ള ഇടപെടലാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്നതിന്, നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതിന്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയം തകർന്ന് നിങ്ങളൊരു രോഗിയായി മാറുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇടയിൽ ഇവിടെ ഒരു ബ്ലാക്ക് എനർജി ഇവിടെ പ്രവർത്തിച്ചതായി കാണുന്നു. അത് ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നാണ് കൂടുതലും ആ ഒരു ഇടപെടൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ആ ഒരു പ്രാർത്ഥന ഇവിടെ ഒരു പ്രാർത്ഥനയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മകളെ അടച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ചില വ്യക്തികൾ ഇവിടെ പ്രാർത്ഥിച്ചു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ്. നിയർ പാസ്റ്റിലായിരിക്കും ഈ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ജഡ്ജിമെൻറ്റിന് ഇരയായിരിക്കുന്നു. നിങ്ങൾ ചില ചോദ്യോത്തരങ്ങൾക്ക് നിങ്ങൾ വിധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പോലും അറിയാത്ത ചില കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾക്ക് നിങ്ങളിൽ കുറ്റം ആരോപിച്ച് നിങ്ങളെ വിചാരണ ചെയ്യുന്ന ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞ് ചെയ്ത തെറ്റായിരിക്കും, അല്ലെങ്കിൽ അറിയാതെ ചെയ്ത തെറ്റുകൾക്ക് നിങ്ങളെ വിചാരണ ചെയ്തിരിക്കുന്നു.
അതൊരു പക്ഷേ കോടതി നിയമപരമായിട്ട് നിങ്ങളെ വിചാരണ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാനസികമായും നിങ്ങളെ വിചാരണ ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തെ തകർത്ത് ഇരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ. ഇവിടെ 3 വ്യക്തികളെ കാണാം. നിങ്ങൾക്ക് പ്രതികൂലമായ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളെ മാനസികമായി തകർത്ത് നിങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ചില തേർഡ് പാർട്ടി ഇവിടെ വിജയിച്ചിരിക്കുന്നതായി കാണുന്നു. അത് നിങ്ങളുടെ ജോലി സ്ഥലത്ത് തന്നെ ആയിരിക്കാം. ഈ ഒരു തേർഡ് പാർട്ടി ഇവിടെ ഒരു നെഗറ്റീവ് എനർജിയെ കാണാം. ഓക്കെ, ഈ ഒരു നെഗറ്റീവ് എനർജി, ഇതാണ് ആ നെഗറ്റീവ് എനർജി. ആ നെഗറ്റീവ് എനർജി കടന്നു വന്ന് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളെ തോൽപ്പിച്ചിരിക്കുന്ന എനർജി, മാനസികമായി തോൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി നിങ്ങളുടെ മനസ്സിൽ നിന്നും പുറത്താക്കുന്നതിന്, ഓക്കെ, നിങ്ങളെ അവരുടെ മനസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നതിന് വേണ്ടി, നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡെവിൾ എനർജി പ്രവർത്തിച്ചിരിക്കുന്നതായി കാണുന്നു. ഒരു നെഗറ്റീവ് എനർജി ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നു. ചില വ്യക്തികളുടെ ദൂഷണങ്ങൾ അല്ലെങ്കിൽ മോശം വാക്കുകൾ, നിങ്ങളെക്കുറിച്ചുള്ള മോശം വാക്കുകൾ അധികാരികളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തികളിലേക്കോ നിരന്തരം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ നിന്നും നിങ്ങളെ പുറത്താക്കിയിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിയർ പാസ്റ്റിൽ സംഭവിച്ച കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. എന്ത് കാര്യങ്ങൾക്ക്? നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ നിങ്ങളെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നു. അവിടെ തോന്നുന്ന ദേഷ്യമായിരിക്കാം, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ചില കാര്യങ്ങൾ വിട്ടൊഴിയാൻ നിങ്ങൾക്ക് പറ്റാത്ത ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അവരോട് പക വീട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഒരു വിധത്തിലും അത് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ചില തേർഡ് പാർട്ടികൾ മനഃപൂർവ്വമായി നിങ്ങളുടെ ജീവിതത്തെ തകർത്തത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് ജോലിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തതായിരിക്കാം. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നെങ്കിലും അവരോടുള്ള ദേഷ്യവും പകയും നിങ്ങളെ വീണ്ടും പാസ്റ്റിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ തോൽപ്പിച്ച ആൾക്കാരുടെ മുന്നിൽ ഒരു വിജയത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് വിജയിച്ച് കാണിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നതായിരുന്നു, നിങ്ങൾക്ക് പാസ്റ്റിൽ നല്ല വിജയവുമായിരുന്നു. നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത്, സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി തന്നെ, റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി തന്നെ, നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു, അത് വിജയമായിരുന്നു. നിങ്ങൾ എവിടെ എന്ത് തൊട്ടിരുന്നാലും നിങ്ങൾക്ക് വിജയമാണ്. മറ്റുള്ളവരെല്ലാം നിങ്ങളെ അംഗീകരിക്കുകയും നിങ്ങളെ വാഴ്ത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് തേർഡ് പാർട്ടിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ കുറ്റക്കാരാക്കി വിചാരണയിൽ കൊണ്ടുപോയത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഗ്രോത്ത് കണ്ടിട്ട് അവർക്ക് ഒരുപാട് ജലസ് ഫീലിംഗ് ഉണ്ടായി. അവർ അതുകൊണ്ട് നിങ്ങളെ ഒരുപാട് മാനസികമായി തകർത്ത് നിങ്ങളെ വിചാരണയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ആഘോഷിക്കുന്നത് നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഡെവിൾ എനർജിയെ അയച്ചിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങളെ ചതിക്കുകയായിരുന്നു തേർഡ് പാർട്ടി. അത് ജോലി സ്ഥലത്തായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം. നിങ്ങളുടെ കൂടെ നിന്ന്, ഒരുപക്ഷെ കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്ന ബന്ധുക്കളായിരിക്കാം. സർവ്വ കാര്യങ്ങളും നിങ്ങളിൽ നിന്നും പകർത്തിയെടുത്തുകൊണ്ട് നിങ്ങളെ ഒറ്റുകൊടുത്തുകൊണ്ട്, നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളെ ഒറ്റുകൊടുത്തുകൊണ്ട് ഇവിടെ വിജയം നേടിയിരിക്കുന്നു. നിങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന് നിങ്ങളിലുള്ള അറിവുകളെല്ലാം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഏതാണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ ചതിച്ച് എടുത്തുകൊണ്ട് നിങ്ങളിലുള്ള കുറേ കാര്യങ്ങൾ മോഷ്ടിച്ചുകൊണ്ട്, നിങ്ങളുടെ വിശ്വാസം, സ്നേഹം എല്ലാം മോഷ്ടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും മോഷ്ടിച്ചുകൊണ്ട് ഡെവിളിനെ ഏൽപ്പിക്കുകയും ഡെവിള് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറിപ്പോകുകയും ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ, നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ, നിങ്ങളുടെ ബിസിനസ്സുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ, നിങ്ങളുടെ ജോലിയുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ഡെവിളിൻ്റെ കയ്യിലേക്ക് നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്.
അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലൈഫിൽ ഈ അടുത്ത സമയത്തായിട്ട് നിയർ പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ നീതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ജസ്റ്റിസും വന്നിരിക്കുന്നു. നിങ്ങൾ ജസ്റ്റിസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഡിപ്രഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്ന ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നീതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് അവരോട് തിരികെ പകരം വീട്ടണം എന്നുള്ള ഒരു വാശി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് നേടിയെടുത്ത് കാണിക്കണം. അവരുടെ മുന്നിൽ നിങ്ങൾക്ക് വിട്ടുമാറാൻ പറ്റുന്നില്ല. ആ പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തവണ്ണം നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പാസ്റ്റിനെ ഓർത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിജയിക്കണം എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു കാര്യം നേരെയാക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പാസ്റ്റ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസൻറ്റും ഫ്യൂച്ചറും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം എൻ്റെ വ്യൂസിൻ്റെ പ്രസൻറ്റ് എന്തായിരുന്നു എന്ന്. എൻ്റെ വ്യൂസിൻ്റെ പ്രസൻറ്റ് എന്താണ്? ഇപ്പോൾ നടക്കുന്ന പ്രസൻറ്റ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ പ്രസൻറ്റ് എന്താണ്? നിങ്ങൾ വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ സർവ്വതും നഷ്ടപ്പെട്ട് സർവ്വതും തകർന്നിരിക്കുന്ന അവസ്ഥയാണ് പ്രസൻറ്റിലുള്ളത്. ആ തേർഡ് പാർട്ടീസ് എല്ലാം ഗൂഢാലോചന നടത്തി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ റിലേഷനായിരിക്കാം, നിങ്ങളുടെ വിശ്വാസമായിരിക്കാം, നിങ്ങളുടെ ജോലിയായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, നിങ്ങൾക്ക് വിലപിടിപ്പുള്ള പല സാധനങ്ങളും, നിങ്ങളുടെ സ്വപ്ന തുല്യമായി കെട്ടി ഉയർത്തിയ വീടായിരിക്കാം, വസ്തുവായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കാറായിരിക്കാം. സർവ്വതും നിങ്ങൾ എന്താണോ നിങ്ങളുടെ സ്വപ്ന തുല്യമായി നിങ്ങൾ കെട്ടി ഉയർത്തിയത് എന്തും നിങ്ങൾക്കിവിടെ തകർന്നിരിക്കുന്നു. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. ശാരീരികമായും മാനസികമായും നിങ്ങൾ തകർന്നിരിക്കുന്നു. നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തവണ്ണം നിങ്ങൾ തകർന്നിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഒരു നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട് വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ എല്ലാവർക്കും ജീവിതത്തിൽ വരുന്ന ഒരു തകർച്ച എന്ന് പറയുന്നത് അവർ ശക്തിയോടുകൂടി മുന്നോട്ട് വരുന്നതിനാണ് എന്ന് ഓർക്കുക. വീരു അംബാനിക്ക് പോലും ശത്രുക്കൾ വളരെ അവരെ ടോർച്ചർ ചെയ്ത് അവർക്ക് മാനസികമായും ശാരീരികമായും അവർ തകർന്ന് അവർ അമേരിക്കയിലേക്ക് യാത്ര പോയിരുന്നു. അവരുടെ ട്രീറ്റ്മെൻറ്റിനും മറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയ സമയത്ത് അവരുടെ ശത്രുക്കളും പത്രക്കാരും എല്ലാം അവർക്ക് ശത്രുക്കളായിരുന്ന ചില പത്രക്കാരെല്ലാം കൂടി ചേർന്ന് അവിടെ അവസാനിച്ചു. ആ വ്യക്തി എന്ന് പറയുന്ന അവിടെ അവസാനിച്ചു എന്ന് വിജയാഘോഷങ്ങൾ നടത്തിയിരുന്ന സ്ഥലത്താണ് അവർ വൻ ശക്തിയോടുകൂടി അതീവ ശക്തിയോടുകൂടി തന്നെ തിരികെ വന്ന് ഇവിടെ പ്രവർത്തിച്ച് കാണിച്ചത്. അപ്പം ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മളിൽ ഒരു പിറകോട്ടൊരു മാറ്റം വരുമ്പോഴത്തേക്ക് അതോടുകൂടി അവസാനിപ്പിക്കണമോ അതോ എനിക്കിനി അതീവ ശക്തിയോടുകൂടി മുന്നോട്ട് പോകണമോ എന്ന് ചിന്തിക്കുന്നത് നമ്മളാണ്. അപ്പം നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ തളർന്നു പോകരുത്. നമുക്ക് അതീവ ശക്തി, ഇപ്പം ഞാൻ 2 സ്റ്റെപ്പാണോ പിന്മാറിയത്, 4 സ്റ്റെപ്പ് എനിക്ക് കുതിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ചില കാര്യങ്ങളിലേക്ക് കുതിച്ച് ചാടാൻ പോകുന്നു. എത്ര പേരാണ് ഈ കുതിച്ച് ചാടാൻ പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയിലാണ് വന്നിരിക്കുന്നത്. ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ കുതിച്ച് ചാടാൻ പോകുന്നു. എന്ത് കാര്യങ്ങൾ? നിങ്ങളുടെ ഓവർ തിങ്കിങ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ തോറ്റുപോയ സ്ഥലത്ത് നിങ്ങൾ വിജയിക്കും എന്നുള്ളൊരു വാശി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഏരീസിൻ്റെ എനർജിയാണ്. എനിക്ക് നമ്പർ 1 ആകണം, എനിക്ക് ഒന്നാമനാകണം. ഏരീസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തേതാണ്. അപ്പം എനിക്ക് ഒന്നാമനാകണം എന്നുള്ള ഒരു ചിന്ത ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കത്തി ജ്വലിക്കുന്ന ഒരു വ്യക്തിയായി മാറും. ഏരീസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനോടും എനിക്ക് ഫൈറ്റ് ജയിക്കണം എന്നുള്ളതാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഈ ഒരു ഷൂ എന്ന് പറയുന്നത് പടയാളികൾ ഇടുന്നതാണ്. എന്തിന്? ഫയറ്റുന്നതിന്. ഏത് നിമിഷവും എതിരായിട്ട് വരുന്ന വ്യക്തിയെ ഫയറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയായി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ. നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അതിന് മുകളിൽ കൂടി നിങ്ങൾ കുതിച്ചിട്ട് ചാടിയിരിക്കുകയാണ്.
ഓക്കെ, നിങ്ങളെ തകർക്കുന്നതിന് വേണ്ടി ചില ഡെവിൾ എനർജികൾ, ബ്ലാക്ക് എനർജികൾ എല്ലാം നിങ്ങൾക്ക് പലതും കൊണ്ടു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു കീടാണുക്കളാണ്. കീടാണുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഡെവിൾ എനർജിയിൽ, നിങ്ങളെ ബ്ലാക്ക് മാജിക്കിൽ നിങ്ങളെ തകർത്തിരിക്കുകയാണ്. നിങ്ങൾ രോഗിയായിരിക്കുന്നു, സാമ്പത്തികമായിട്ടും നിങ്ങളുടെ നിലനിൽപ്പ് സർവ്വതും നശിച്ചിരിക്കുന്നു, കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു, സാമ്പത്തികത നിങ്ങൾക്ക് പോയിരിക്കുന്നു, ഐക്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളെ വിശ്വസിച്ചിരുന്നതും സ്നേഹിച്ചിരുന്നതുമായിട്ടുള്ള പല വ്യക്തികളും നിങ്ങളിൽ നിന്ന് ദൂരോട്ട് മാറിയിരിക്കുന്നു, നിങ്ങൾക്ക് സൗഹൃദം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങളൊരു കംഫർട്ട് സോണിലേക്ക് മാറിയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ചാടിക്കടക്കുന്നത്. ഓക്കെ, ഈ ഒരു അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ചാടിക്കടന്നിരിക്കുന്നത്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എല്ലാവരും ചാടിക്കടന്നിട്ടില്ല, ചില വ്യക്തികളാണ് ഇവിടെ ചാടിക്കടന്നിരിക്കുന്നത്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങൾ ആലോചിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് അത് സംഭവിച്ചത്, എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്, എൻ്റെ ജീവിതത്തിൽ ആരാണ് ഈ തേർഡ് പാർട്ടി, ആരൊക്കെയാണ് എൻ്റെ കൂടെ നിന്നവർ, എൻ്റെ കൂടെ നിന്ന് ചതിച്ചവർ ആരൊക്കെയാണ്, എനിക്ക് നഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ സ്റ്റക്കായി നിന്നിരുന്ന ഏത് സിറ്റുവേഷൻ ആയിരുന്നോ, പാസ്റ്റിൽ നിങ്ങൾ സ്റ്റക്കായി നിന്നിരുന്നു, നിങ്ങൾ ഒരുപാട് പെയിൻ സിറ്റുവേഷൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷനെ നിങ്ങളിവിടെ സറണ്ടർ ചെയ്യുകയാണ്, യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തിരിക്കുന്നു. യൂണിവേഴ്സിൽ നിന്ന് ചില മെസ്സേജുകൾ നിങ്ങളെ വീണ്ടും നിങ്ങളെ ചിന്തിപ്പിക്കുന്നു, നിങ്ങൾക്ക് ശക്തി പകർന്നു നൽകുന്നു, നിങ്ങൾക്കൊരു അവെയർനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഗ്രോത്ത് നിങ്ങളിലേക്ക് എങ്ങനെ കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആലോചിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റക്കായി, പാസ്റ്റിൽ നിങ്ങൾ സ്റ്റക്കായി നിന്നിരുന്നു, ചില വ്യക്തികൾ വിട്ടുപോയത് കൊണ്ടോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായത് കൊണ്ടോ നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നു, നിങ്ങളൊരു നെഗറ്റീവ് എനർജിയിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങളിലേക്ക് സൂര്യപ്രഭ വന്നിരിക്കുന്നു എന്നുള്ളതാണ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അവെയർനെസ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്, ഗ്രോത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ഈ പ്രസന്റിൽ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ 7 ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് കെഡ്മി മന്ത്രിയാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലാ വ്യക്തികളും അല്ല, ചില വ്യക്തികൾ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ കൊണ്ടുവരും, വിജയത്തെ നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്. നിങ്ങൾ ഏത് വ്യക്തി, നിങ്ങൾ റിലേഷൻഷിപ്പുമായിട്ടാണോ, നിങ്ങൾ ആ വിജയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്നു എല്ലാം ബാലൻസിങ്ങിൽ വരും എന്നുള്ളത്. നിങ്ങളുടെ ജോലിയെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങളത്, നിങ്ങളുടെ ചിറകുകൾക്ക് ശക്തി ഉണ്ട് എന്നുള്ളതാണ്. ഇരിക്കുന്ന ചില്ലകളിലല്ല, ഞാൻ എൻ്റെ കഴിവിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നു. ഓക്കെ, ഇത്രയും നാൾ നിങ്ങൾ വിചാരിച്ചു അയ്യോ ഈ ജോലിയാണ്, ഈ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് സർവ്വതും നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നു. എന്നാൽ ആ ചിന്തിച്ച് നിങ്ങൾ ഇതുപോലെ തകർന്നിരുന്നു എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചിന്ത വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് അവെയർനെസ് വന്നിരിക്കുന്നത്, ഞാൻ ചില്ലയിലല്ല വിശ്വസിക്കുന്നത്, ഞാൻ എൻ്റെ കഴിവുകളിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ എവിടെ പോയിരുന്നാലും ഞാൻ ജീവിക്കും, ഞാൻ ഉയരത്തിലേക്ക് പറന്നുയരും, എന്ത് കാര്യവും വീണ്ടും എനിക്ക് സ്ട്രെങ്ത് കൊണ്ടുവരാൻ, വീണ്ടും എനിക്ക് ഗ്രോത്ത് കൊണ്ടുവരാനുള്ള കഴിവ് എനിക്കുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ബാലൻസിങ്ങിൽ കൊണ്ടുവരുമെന്ന് നിങ്ങളിപ്പോൾ, നിങ്ങൾക്ക് അവെയർനെസ് വന്നിരിക്കുന്നു, നിങ്ങൾ വിജയത്തിലേക്ക് കടക്കാൻ പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ വന്നിരിക്കുന്നു, യൂണിവേഴ്സ് നിങ്ങൾ സ്ട്രെങ്ത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, നിങ്ങൾക്കൊരു അവെയർനെസ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് നൽകുന്നു, നിങ്ങളെ ദുഷ്ടൻ തൊടാത്ത വണ്ണം യൂണിവേഴ്സ് നിങ്ങളിൽ ഓറ പവറിനെ ശക്തമാക്കിയിരിക്കുന്നു. മറ്റ് ഡെവിൾ എനർജികളെല്ലാം പുറമേ വന്ന് നിൽക്കുന്നു, നിങ്ങളെ തൊടാത്ത വണ്ണം യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. 7 ചക്ര മെഡിറ്റേഷൻ്റെ കാര്യങ്ങൾ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരും എന്നുള്ളതാണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഇവിടെ ബാലൻസ് വരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണോ, ആ വ്യക്തി നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ വരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ വിജയമാണോ, ശത്രു നിങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ശത്രുവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വിജയം ഇവിടെ വന്നു ചേരും, ഉദയമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികമായി പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അതെല്ലാം നിങ്ങൾക്കിവിടെ വന്നു ചേരുമെന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നുണ്ടോ. നിങ്ങൾക്ക് എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് അത് മുഴുവനും നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഫൂളിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. ചില വ്യക്തികളുടെ ലൈഫിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു, ഇവിടെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് കേട്ടോ.
പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഫൂളിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഇതുവരെയും നിങ്ങൾ ഫൂളിൻ്റെ എനർജിയിലായിരുന്നു. നിങ്ങളൊരു വിഡ്ഢിയെ പോലെ ചിന്തിച്ചിരുന്നു. മറ്റുള്ളവരെന്താണോ പറയുന്നത് അത് മാത്രം അംഗീകരിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അവയർനെസ് വന്നതോടുകൂടി നിങ്ങൾ ഇനി സീറോയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ വിജയത്തിലേക്ക് കടന്നു പോകുന്നു. നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ഉള്ളിലാണ് എന്ന് മനസ്സിലാക്കി യൂണിവേഴ്സിലേക്ക് നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങളോടൊപ്പം യൂണിവേഴ്സ് എപ്പോഴും കൂടെ ഉണ്ട്. നിങ്ങളുടെ വഴികളെല്ലാം പറഞ്ഞു തരുന്നതിന് യൂണിവേഴ്സ് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ സ്ട്രെങ്ത് എടുത്തിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. അത് റിലേഷൻഷിപ്പുമായിട്ടാണെങ്കിലും നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ്, ഒരു സ്റ്റാർട്ടിംഗ് ആണ് വരുന്നത്. നിങ്ങളുടെ വഴികൾ എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ശരി തന്നെ യൂണിവേഴ്സ് ഒരു ഗ്രോത്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. സൺ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ സമയത്തെ ഇപ്പോൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കർമ്മയെ നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ചെയ്തിരിക്കുന്ന കർമ്മഫലം നിങ്ങളെ തേടി എത്തും എന്നുള്ളതിൽ തന്നെ വിശ്വസിച്ച് സമാധാനത്തോടു കൂടെ ഇരിക്കുന്നു. നിങ്ങൾക്കൊരിക്കലും ഒരു നാശവും വരികയില്ല. നിങ്ങൾ ചെയ്തിരിക്കുന്ന കർമ്മഫലം നിങ്ങൾക്ക് ഏറ്റവും ബെറ്ററായി തീരുമെന്ന് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഇരിക്കുന്ന ഒരു എനർജിയാണ്. വിജയം നിങ്ങൾക്ക് നിശ്ചയം എന്ന് വീണ്ടും പറയുന്നു. നിങ്ങൾ സ്ട്രെങ്ത് എടുത്തിരിക്കുന്നു. ഈ പ്രസൻറ്റിൽ നിങ്ങൾക്കിപ്പോൾ സ്ട്രെങ്ത് ഉള്ളതായി കാണുന്നു. ഓക്കെ, വിജയത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും എവിടെയൊക്കെ തോറ്റു പോയിട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങളെ കൊണ്ട് വിജയം കൊണ്ടുവരിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നൽകുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെക്കുറിച്ച് മോശം പറഞ്ഞിരുന്ന പല വ്യക്തികളും നിങ്ങൾക്ക് വേണ്ടി ജയ് ഹോ വിളിക്കും. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് സ്ട്രെങ്ത് വന്നിരിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രസൻറ്റ്. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറും നിങ്ങൾക്ക് റെസനേറ്റ് ആകും. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഫ്യൂച്ചർ എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഫ്യൂച്ചർ എന്താണ്? 2 കാർഡ്സാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്യൂച്ചർ ഓവറോൾ എനർജി, ഈ 2 കാർഡിൻ്റെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഇവിടെ ഒരു വഴി ഒരുക്കുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചാവി വീണ്ടും പ്രത്യക്ഷമായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട, സാധനം കയ്യിലുണ്ട്. നിങ്ങളൊന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. യൂണിവേഴ്സ് പറയുന്നു സാധനം കയ്യിലുണ്ട്, ധൈര്യമായിരിക്കുവിൻ. താങ്ക് യു യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് എംപററിൻ്റെ കാർഡാണ്. നിങ്ങൾ സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളിലേക്ക് ലീഡർഷിപ്പ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങളെ സീറോയാക്കി ഒരു ഫൂളാക്കി മാറ്റിയിരുന്നു എങ്കിൽ നിങ്ങൾ അധികാരത്തിൽ കയറും. ഓക്കെ, നിങ്ങളാണ് ഇനി മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നത്. ജോലി നിങ്ങളിലേക്ക് വന്നു ചേരും, അധികാരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. മറ്റുള്ളവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ഫൂളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഫൂളിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളെ അവർ ഫൂളാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഫൂളിൻ്റെ മധ്യത്തിൽ മറ്റുള്ളവരെ ഫൂളാക്കിക്കൊണ്ട് നിങ്ങൾ രാജാതിരാജനായിട്ട് അവിടെ വരും. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി തന്നെ, നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും ശരി തന്നെ, നിങ്ങളെ തള്ളിയിട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ കുഴിയിലേക്ക് തള്ളിയിട്ടോ ചില വ്യക്തികളുണ്ട്, കൂടെ നിന്ന് ചതിച്ച ചില വ്യക്തികളുണ്ട്, നിങ്ങളിലേക്ക് അതിൻ്റെ പിറകിൽ നിന്ന് നിങ്ങളെ കുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ കുത്തി നിങ്ങളെ എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്ക് നിങ്ങളെ തളർത്തിയിട്ടുണ്ടെങ്കിൽ, അത് റിലേഷൻഷിപ്പ് ആണെങ്കിലും ജോലിയിലാണെങ്കിലും നിങ്ങളെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബ്ലാക്ക് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ സണ്ണ് വന്നിരിക്കുന്നു, ഒന്നാമനായിരിക്കുന്നു, നമ്പർ 1 കാർഡ് വന്നിരിക്കുന്നു. നിങ്ങളെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ അതീവ ശക്തിയോടുകൂടിയാണ് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. നിങ്ങളുടെ ഒരുപാട് ഹാർഡ് വർക്ക് കൊണ്ടാണ് നിങ്ങൾ ഈ സ്ഥാനം നേടിയെടുക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഹാർഡ് വർക്ക് കൊണ്ടാണ് നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജയം നേടിയെടുക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. ഇനി നിങ്ങൾ സീറോയല്ല, നിങ്ങൾ ഏറ്റവും ഉയരത്തിൽ പോകുന്ന ഏറ്റവും വിലയുള്ള ഒരു വ്യക്തിയായി മാറും. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ ലൈഫിൽ വരാൻ പോകുന്ന കാര്യം,
ഇവിടെ 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് കേൾമി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് 5 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുമായിട്ട് ചില തേർഡ് പാർട്ടികൾ നിങ്ങളുടെ ഗ്രോത്തിനെ തകർത്തുകൊണ്ട് ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾ പല പ്രാവശ്യവും ശ്രമിച്ചിട്ടുണ്ട്. ആ പല പ്രാവശ്യം ശ്രമിച്ചതും നിങ്ങളെ പരാജയപ്പെടുത്തിയിരുന്നു. അവർ മനഃപൂർവ്വം നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ ഗ്രോത്തുകളെ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലായിരിക്കാം, നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ഇടയിലായിരിക്കാം, നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം. നിങ്ങൾ നട്ടിരുന്ന ചില ഗ്രോത്തുകൾ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ നട്ടിരുന്ന നിങ്ങളുടെ സാമ്പത്തികമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊമോഷൻ ആയിരിക്കും, അതെല്ലാം മറ്റുള്ളവർ ഇടപെട്ട് മനഃപൂർവ്വമായി നിങ്ങളുടെ ഗ്രോത്തിനെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഇനി നിങ്ങളെ ചേർത്ത് പിടിക്കുകയാണ്. നിങ്ങളെ ചേർത്ത് പിടിക്കുന്നത് യൂണിവേഴ്സാണ്. നിങ്ങളെ ആരൊക്കെ തള്ളിക്കളഞ്ഞോ നിങ്ങളുടെ ആ വ്യക്തികളെല്ലാം നിങ്ങളിലേക്ക് തിരിച്ച് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങൾ പറയുന്നത് അനുസരിച്ച് നിൽക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ കടന്നു വരും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നു. നിങ്ങളെ തകർത്ത വ്യക്തികൾക്ക് മുഴുവനും കാഹളനാദം ഊതുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ് ജഡ്ജ്മെൻറ്റ്. അവർ ഉത്തരം നൽകേണ്ടി വരും. എന്തുകൊണ്ടാണ് നിങ്ങളെ ഈ പിറകിൽ നിന്ന് കുത്തിയത് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളുടെ ഗ്രോത്തിനെ നശിപ്പിച്ചത് എന്തിനെന്ന് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഹീല് സംഭവിക്കാൻ പോകുന്നു. നിങ്ങളെ തകർത്തവരുടെ മുമ്പിൽ അവർ നിലവിളിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ വ്യക്തികളാണ് ഇവിടെ കിടന്ന് നിലവിളിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ കാണും, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. കാരണം യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ടായിരിക്കുന്നു. സണ്ണ് വന്നിരിക്കുന്നു, ഏഞ്ചൽ ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നാകും. നിങ്ങളുടെ ജോലിസ്ഥലം നിങ്ങൾക്ക് സ്ഥിരത വരും. ഇവിടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വന്നു ചേരും എന്നുള്ളതാണ്. അത് സാമ്പത്തികമാകാം, റിലേഷൻഷിപ്പ് ആകാം, ജോലിയാകാം. ഇവിടെ നിങ്ങൾക്കൊരു ഐക്യം വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ സ്ട്രെങ്ത് ആണ് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് സ്ട്രെങ്ത് വന്നു ചേരും എന്നുള്ള ഒരു എനർജിയാണ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കുള്ള സാധനം കയ്യിലുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഒരുപാട് വേദനകൾ അനുഭവിച്ച് വരുന്ന എൻ്റെ വ്യൂസിന് നീതി ലഭിക്കുമോ? യൂണിവേഴ്സിനോട് ചോദിക്കുകയാണ്, എൻ്റെ വ്യൂസിന് നീതി ലഭിക്കുമോ? അതിനെന്താണ് യൂണിവേഴ്സിൽ നിന്നും വരുന്ന ഉത്തരം എന്താണ്? നീതി ലഭിക്കും, തീർച്ചയായിട്ടും ലഭിക്കുമെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് ചോദിക്കാം, എൻ്റെ വ്യൂസിന് നീതി ലഭിക്കുമോ? തീർച്ചയായിട്ടും നിങ്ങൾ സമാധാനപ്പെടുവിൻ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സമാധാനം വരും. നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായ പല സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ സമാധാനത്തിലാകുമെന്ന്. ഇപ്പോൾ ഒരു ചിലന്തി വലയിൽ എങ്ങനെയാണോ നിങ്ങൾ പെട്ടിരിക്കുന്നത് അതുപോലെ നിങ്ങളാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ അതിൽ നിന്നെല്ലാം വിടുവിച്ച് കൊണ്ടുവരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും നിങ്ങളുടെ ഉള്ളിലേക്ക് പകർന്നു നൽകും എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരിക്കലും നിങ്ങളെ തേർഡ് പാർട്ടി കുഴിച്ച കുഴികളിൽ നിങ്ങളെ ഇരയാക്കുവാൻ, തേർഡ് പാർട്ടി വിരിച്ചിരിക്കുന്ന വലകളിൽ നിങ്ങളെ ഇരയാക്കുവാൻ യൂണിവേഴ്സ് അനുവദിക്കുകയില്ല. നിങ്ങളെ ഇതിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ യൂണിവേഴ്സിന് സാധിക്കും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ നൽകുന്നതിന്. നിങ്ങൾ സമാധാനപ്പെടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും നിങ്ങളുടെ ഉള്ളിലേക്ക് യൂണിവേഴ്സ് നൽകും എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾ ഒരുപാട് ഡിപ്രഷനിൽ കൂടി 10 ഓഫ് വാണ്ടിൻ്റെ എനർജിയിൽ കൂടി കടന്നുപോയ വ്യക്തികളാണ്. ആ വ്യക്തികൾക്കെല്ലാം സമാധാനവും ശാന്തിയുമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയും എന്നുള്ളതാണ്. യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, അപ്പം ഇതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന മറുപടി. അപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നു എങ്കിൽ ഈ ഫ്യൂച്ചറിലേക്കും നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. രണ്ടും പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഗ്രോത്തിനെ തകർത്ത വ്യക്തികളുടെ മധ്യത്തിൽ സ്ട്രെങ്ത് കൊണ്ടുവരും എന്നുള്ളതാണ്. ലവേഴ്സിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളെ ചതിച്ച വ്യക്തികളുടെ മധ്യത്തിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് സ്ഥിരത കൊണ്ടുവരും. നിങ്ങളെ ഉയർത്തും. തളർത്തിയിട്ടിരുന്ന വ്യക്തികളുടെ മുമ്പിൽ നിങ്ങളെ ഉയർത്തും. എല്ലാവരും, ഈ രണ്ട് വ്യക്തികളുടെയും ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ വരും. ഒരു ജീവിത വഴി തേടി നിങ്ങളോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് വരും. നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ ഈ രണ്ട് വ്യക്തികളും വരും. നിങ്ങളെ ചതിച്ച വ്യക്തികൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇതുപോലെ നിൽക്കും. നിങ്ങളുടെ വായിൽ നിന്നും എന്താണ് പോസിറ്റീവായിട്ട് എന്തെങ്കിലും വീഴുന്നുണ്ടോ, എൻ്റെ ജീവിതത്തിലേക്ക് നല്ല ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരൂ എന്ന് സമാധാനമില്ലാതെ നിങ്ങളുടെ മുമ്പിലേക്ക് അവർ ഓടി വരുന്ന സമയം നിങ്ങളുടെ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ അവരോട് പ്രതികാരമൊന്നും വീട്ടാൻ നിൽക്കരുത്. കാരണം
കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ അവരോട് സ്നേഹമായിട്ട് നിൽക്കുക. ആരോടും നമുക്ക് പ്രതികാരമില്ല. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിലെ സ്റ്റെപ്പാണ്. നമുക്ക് ഉയർച്ചയിലേക്ക് പോകുന്നതിന്, ചില പാഠങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ആയുധമാക്കി, നമ്മുടെ റോ മെറ്റീരിയലാക്കി എടുക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്ക് വേണ്ട റോ മെറ്റീരിയലാണ് ഞാൻ ഇന്ന് കരഞ്ഞിരിക്കുന്ന കണ്ണുനീരും, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന അപമാനങ്ങളും ഇഗ്നോറിങ്ങും എല്ലാം എൻ്റെ റോ മെറ്റീരിയലാണ്, എൻ്റെ ജീവിതത്തിലേക്ക് ഉയർച്ചയ്ക്കുള്ള റോ മെറ്റീരിയൽ. ഓക്കെ, അതുകൊണ്ട് നമുക്കാരോടും ദേഷ്യമില്ല എന്ന് ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഗോഡ് ബ്ലസ് യു.